നമസ്കാരം, ഞാൻ സജീഷ് ഗോവിന്ദൻ. ഓട്ടോമാറ്റിക് വണ്ടി ഓടിക്കുന്ന ആളുകളുടെ തുടക്കക്കാരുടെ വലിയൊരു തെറ്റിദ്ധാരണ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വണ്ടി മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ആക്സിലറേറ്റർ തന്നെ വേണം എന്നുള്ളതാണ്. നിങ്ങൾ മനസ്സിലാക്കുക, വണ്ടി മൂവ് ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് ആക്സിലറേറ്ററിൻ്റെ ആവശ്യമില്ല. ബ്രേക്കിന് പതിയെ കാലെടുത്താൽ തന്നെ വണ്ടി വളരെ ഈസി ആയിട്ട് മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും ഒക്കെ പോകുന്നത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾ സെലക്ട് ചെയ്ത ഗിയറിനനുസരിച്ച് വണ്ടി ഈസി ആയിട്ട് മുന്നോട്ടേക്കും ബാക്കോട്ടേക്കും പോകും. ഇനി ആ ഒരു സ്പീഡ് പോരാ എന്ന് തോന്നിയാൽ മാത്രമേ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുള്ളൂ, നിങ്ങൾ ആക്സിലറേറ്റർ കൊടുക്കേണ്ടതുള്ളൂ. ഇത് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കിയിട്ട് വെക്കുക. ഇത് നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പെട്ടെന്ന് കാലെടുത്ത് ആക്സിലറേറ്ററിലേക്ക് കൊടുക്കും, വണ്ടി നിങ്ങളുടെ കൺട്രോളിലല്ലാതെ സ്പീഡിൽ പോകും. പ്രത്യേകിച്ചും ചെറിയ സ്ഥലങ്ങളിലൊക്കെ തിരിക്കുന്ന സമയത്താണ് ഈ വലിയ പ്രോബ്ലം ഉണ്ടാവുന്നത്. ഗേറ്റിൽ നിന്നൊക്കെ തിരിക്കുമ്പോൾ കറക്റ്റ് ആയില്ലെങ്കിൽ ഈ ഒരു ഇഷ്യൂ വരും. അപ്പോൾ മനസ്സിലാക്കിയിട്ട് തിരിക്കുക. അതേപോലെ തന്നെ ട്രാഫിക്കിലൊക്കെ ബ്രേക്ക് മാത്രം കൺട്രോൾ ചെയ്തിട്ട് വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശീലിക്കുക. അങ്ങനെ ശീലിച്ചു കഴിഞ്ഞാൽ ആ ഒരു പ്രശ്നം സോൾവ് ആവും. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് വണ്ടി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയും. ഇനി മറ്റൊരു പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രേക്കും ആക്സിലറേറ്ററും കറക്റ്റായിട്ട് ഓപ്പറേറ്റ് ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ കറക്റ്റ് ടൈമിന് ഇത് രണ്ടും ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയുന്നില്ല. ഇങ്ങനെ പ്രോബ്ലം ഉള്ള ആളുകളുണ്ട്. അവർ ചെയ്യേണ്ട ഒരു മെത്തേഡിനെ പറ്റിയിട്ട് ഞാൻ കാണിച്ചു തരാം. ഞാനിപ്പോൾ അത് പ്രാക്ടിക്കലായിട്ട് കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആവും. ഞാനിപ്പോൾ നിങ്ങൾക്ക് ഈ വണ്ടിയിൽ ഇത് കാണിച്ചു തരാം. ഗ്രാൻഡ് ഐ10 നിയോസ് ആണ് വണ്ടി. അപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് അതെങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുമ്പോൾ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഒരുപക്ഷെ ഞാനിപ്പം ജസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവില്ല, പ്രാക്ടിക്കലി കാണിക്കുമ്പോഴേക്കും കൂടുതൽ നിങ്ങൾക്ക് മനസ്സിലാവുക. ഇവിടെ നിങ്ങൾ നോക്കുക, ഇവിടെ നമുക്ക് ബ്രേക്കും അതേപോലെ തന്നെ ആക്സിലറേറ്റർ നിങ്ങൾക്ക് കാണാം. ഇതിൽ കൺഫ്യൂഷൻ ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നത്. ബ്രേക്ക് ലെഫ്റ്റ് സൈഡിലുള്ളതാണ്, ആക്സിലറേറ്റർ റൈറ്റ് സൈഡിലുണ്ട്. അപ്പോൾ ഇത് ചവിട്ടുന്ന രീതി വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ ചില ആളുകൾ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ നേരത്തെ പറഞ്ഞു, ബ്രേക്ക് ചവിട്ടി മാത്രം വണ്ടി കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാമെന്ന് അറിയില്ല. അപ്പോൾ അവരെങ്ങനെ പ്രാക്ടീസ് ചെയ്യണം? ബ്രേക്ക് ചവിട്ടി പിടിച്ചുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യുക. നോർമലി ബ്രേക്ക് ചവിട്ടിയാൽ മാത്രമേ വണ്ടി സ്റ്റാർട്ടാവുകയുള്ളൂ. അതിനുശേഷം ബ്രേക്ക് പതിയെ ഇതേപോലെ റിലീസ് ചെയ്യുക. വണ്ടി മുന്നോട്ടേക്ക് പോകുന്നത് കാണാം. തീരെ പതിയെ റിലീസ് ചെയ്യുമ്പോൾ വണ്ടി ബാക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് റിലീസ് ചെയ്യണം. നോർമലി സ്ലോപ്പുള്ള സ്ഥലത്ത് നിന്നാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് റിലീസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ പതിയെ റിലീസ് ചെയ്താലും കുഴപ്പമില്ല. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് വണ്ടി ഡ്രൈവ് മോഡിലോ അല്ലെങ്കിൽ റിവേഴ്സ് മോഡിലോ ആയിരിക്കണം. അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. ഇനി ബ്രേക്കിൻ്റെയും ആക്സിലറേറ്ററിൻ്റെയും കൺട്രോൾ കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ ആയിരിക്കും. ബ്രേക്ക് ഇങ്ങനെ ചവിട്ടും, ആക്സിലറേറ്റർ ഇതാ ഇങ്ങനെ കാലെടുത്തിട്ട് ഇങ്ങനെ ചവിട്ടും. ഇങ്ങനെ ചവിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൺട്രോൾ അത്ര പെട്ടെന്ന് കിട്ടില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബ്രേക്കിൻ്റെ നേരെ മുന്നിലായിട്ട് ഉപ്പൂറ്റി കുത്തുക. എന്നിട്ട് ഇതേപോലെ ബ്രേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയണം. ഇനി ആക്സിലറേറ്റർ എങ്ങനെ ചവിട്ടണം? ചെരിച്ചിങ്ങനെ ചവിട്ടാൻ പറ്റണം. അതുപോലെ ആയിരിക്കണം നിങ്ങൾ കാല് വെക്കേണ്ടത്. ഇനി കാലിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എത്തുന്നില്ല, അല്ലെങ്കിൽ കറക്റ്റായിട്ട് കിട്ടുന്നില്ല എന്ന് പറയുന്ന ആളുകൾ എന്ത് ചെയ്യണം? ഒരു ഷൂ ഉപയോഗിക്കുക ഡ്രൈവ് ചെയ്യുമ്പോൾ. അതേപോലെ തന്നെ ബ്രേക്കിൻ്റെ പകുതിക്ക് ഇപ്പുറം നിങ്ങൾ ചവിട്ടിയാൽ കിട്ടുന്ന പോലെ കാല് വെക്കുക. അതായത് ഒരുപാട് ലെഫ്റ്റിലേക്ക് ആക്കാതെ ഇതേപോലെ നിങ്ങൾ കാല് വെക്കുക. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ബ്രേക്ക് ചവിട്ടാനും പറ്റും, അതേപോലെ തന്നെ ചെരിച്ച് ആക്സിലറേറ്റർ ചവിട്ടാനും പറ്റും. ഇങ്ങനെ പ്രാക്ടീസ് ഇല്ലാത്തവർ ഇനി ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് കൺട്രോൾ കിട്ടും. നിങ്ങളുടെ കൺട്രോളിൽ നിങ്ങൾക്ക് വണ്ടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കഴിയും. അപ്പോൾ ഒരുപാട് ആളുകൾക്ക് ഈ ഒരു പ്രശ്നം ഉണ്ട് എന്ന് അറിഞ്ഞു, അതുകൊണ്ടാണ് വ്ളോഗിൽ പറഞ്ഞത്. അപ്പോൾ ഇനി ഈ ഒരു മെത്തേഡ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇപ്പോൾ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നത്. ഇതേപോലെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് നോക്കുക കേട്ടോ. വളരെ ഈസിയാണ് കാര്യങ്ങൾ, വളരെ സിമ്പിളാണ്. അപ്പോൾ വീണ്ടും മറ്റൊരു വ്ളോഗിൽ കണ്ടുമുട്ടാമെന്ന ശുഭ പ്രതീക്ഷയോടെ ഞാൻ സജീഷ് ഗോവിന്ദൻ. താങ്ക് യു. ബൈ.